ദ ഇന്നവിറ്റബിൾ ക്രിയേറ്റേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ സ്ഥിരം റെസ്റ്റോറൻ്റായ പറോട്ട ഹട്ടിൽ നിന്നുള്ള മറ്റൊരു ഡിഷാണ്. എന്താണെന്ന് വെച്ചാൽ ഗീ റൈസും ബീഫ് മസാലയും. ഇത് നമുക്കൊരു കോംബോ ഫുഡായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. 149 രൂപയാണ് ഇതിൻ്റെ വില. അതായത് നമ്മൾ ഡയറക്റ്റ് പൊറോട്ട ഹട്ടിൽ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ 149 രൂപയാണ് ഇതിൻ്റെ വില. അല്ലാതെ നമ്മൾ ഓൺലൈൻ ആപ്പ് വഴി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാളും റേറ്റ് കുറയും. അത് അവരുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. പല ഓൺലൈൻ ആപ്പുകളിലും പല റേറ്റ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നമ്മൾ ഡയറക്റ്റ് പോയി നമ്മുടെ പൊറോട്ട ഹട്ടിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ 149 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇപ്പോൾ നമ്മൾ പൊതുവെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഗീ റൈസിൻ്റെ കൂടെ ബീഫാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് നമ്മൾ പറയാറ്. ബീഫ് കഴിഞ്ഞാൽ പിന്നെ മട്ടൻ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന കോംബോ എന്ന് പറഞ്ഞാൽ ഗീ റൈസും ബീഫ് മസാലയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വലിച്ചു നീട്ടാതെ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇതാണ് നമുക്ക് പൊറോട്ട ഹട്ടിൽ നിന്ന് കിട്ടിയ ബീഫ് മസാല പ്ലസ് ഗീ റൈസിൻ്റെ കോംബോ ഫുഡ്. നമുക്കിനി ഇത് തുറന്ന് ഇതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം അതിനൊക്കെ മുമ്പേ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് ആദ്യം ഇത് കവറിൽ നിന്ന് പുറത്തെടുക്കാം. ഫസ്റ്റ് നമുക്ക് ഇത് ബീഫാണെന്ന് തോന്നുന്നില്ല, ഇത് ബീഫാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ലെമൺ പിക്കിളുണ്ട്. പിന്നെ ഇത് സലാഡാണ്. സലാഡാണ്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഫോയിൽ കണ്ടെയ്നറിൽ നമ്മുടെ ഗീ റൈസ്. ഓക്കെ, ഇനി നമുക്കിത് നമ്മുടെ പ്ലേറ്റിലോട്ട് മാറ്റാം. ഗീ റൈസ് എനിക്ക് തോന്നുന്നു നമുക്കിത് ലാഭമാണെന്നാണ് തോന്നുന്നത്. നമുക്കിത് ഓപ്പൺ ചെയ്ത് പ്ലേറ്റിലോട്ട് തട്ടി നോക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. യെസ്, നമ്മുടെ സ്ഥിരം പരിപാടി ഒറ്റ കമത്ത്. ഓക്കെ, ആ ഫോയിൽ കണ്ടെയ്നർ നിറച്ച് നമുക്ക് ഗീ റൈസ് ഉണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ ബീഫ് മസാല ഒറ്റ കൈ കൊണ്ട് എന്തായാലും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് തിരിച്ചു വരാം. നമുക്ക് നമ്മുടെ ബീഫ് മസാല നമുക്ക് തുറന്ന് നോക്കാം. നല്ല രീതിയിൽ റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി വെച്ചിട്ടുണ്ട് നമുക്ക്. ഓക്കെ, നമുക്കിത് നേരെ നമ്മുടെ പ്ലേറ്റിലോട്ട് തട്ടാം. നല്ല എണ്ണയുണ്ട്. എണ്ണയെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിൽ കറിക്ക് യൂസ് ചെയ്ത എണ്ണയും ബീഫിൻ്റെ കൊഴുപ്പും കൂടെ ഇറങ്ങിയിട്ടുള്ള ഒരു സംഭവമാണെന്ന് തോന്നുന്നത്. ഓക്കെ, നമ്മളപ്പം ബീഫും ഫുള്ള് തട്ടിയിട്ടുണ്ട്. നല്ല എണ്ണയുണ്ട്, കുഴപ്പമില്ലായിരിക്കും അല്ലേ? ഇല്ല, കുഴപ്പമില്ല. നമുക്ക് ഇത് നമ്മുടെ ഗീ റൈസാണ്. ഗീ റൈസ് നമുക്ക് ഒരാൾക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ള ഗീ റൈസ് ഇതിൻ്റെ അകത്തുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഗീ റൈസിന് കറക്റ്റായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയിൽ കിട്ടുന്ന ബീഫ് മസാല ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊരു കോംബോ ഓഫറാണ്. വീണ്ടും ഞാൻ പറയുകയാണ്, ഇതൊരു കോംബോ ആണ്. 149 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന ഒരു കോംബോ ആണ്. ഈ 149 രൂപയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ബിരിയാണിയും വാങ്ങിച്ച് കഴിക്കാം. ബിരിയാണി കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റിക്ക് നമുക്ക് വേണമെങ്കിൽ ഗീ റൈസും ബീഫ് മസാലയും കഴിക്കണമെന്ന് ആഗ്രഹം തോന്നുന്നവർക്കാണെങ്കിൽ ഇത് ഉറപ്പായിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന നമുക്ക് ഒരു സലാഡാണ്. സലാഡ് ഒരു ചെറിയ ഒരു പാക്കറ്റിലാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് തട്ടിയിടാം. തൈരില്ലേ? ഇല്ല, തൈരില്ലാത്ത സലാഡ്. തൈരില്ലാത്ത സലാഡാണ്. ഓക്കെ, പിന്നെ ഇത് നമുക്ക് പിക്കിള്. ഇത് ഞാൻ യൂസ് ചെയ്യില്ല, കാരണം പിക്കിൾ എനിക്ക് പൊതുവെ ഇഷ്ടമല്ല. സലാഡ് അളവ് വളരെ കുറവാണ്. ജസ്റ്റ് ഒരു ടച്ച് ചെയ്ത് കഴിക്കാം എന്നുള്ള രീതിയിൽ മാത്രമേ അവർ വെച്ചിട്ടുള്ളൂ. ടച്ച് ചെയ്ത് കഴിക്കാൻ ഒട്ടുമില്ല, ശകലം. വളരെ കുറച്ചേ ഉള്ളൂ. പിന്നെ ഈ ഒരു എമൗണ്ടിന് നല്ല രീതിയിൽ റൈസും ബീഫും ഒക്കെ ഉണ്ട്, അതുകൊണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് പിന്നെ റൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരാൾക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ള റൈസ് ഇതിൻ്റെ അകത്തുണ്ട്.
അതുപോലെ ഈ റൈസിന് കറക്റ്റായിട്ടുള്ള ഒരു പോർഷൻ ബീഫും നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ബീഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് കാണിച്ചു തരാം. ബീഫിൻ്റെ അകത്ത് വളരെ സോഫ്റ്റ് ബീഫാണ്, നല്ല വെൽ കുക്ക്ഡ് ആണ്. കണ്ടോ, നമ്മൾ പിടിക്കുമ്പോൾ തന്നെ നല്ല ഇങ്ങനെ പിച്ചെടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. നല്ല വെൽ കുക്ക്ഡ് ആയിട്ടുള്ള ബീഫാണ്, എല്ലിൻ്റെ പീസൊന്നുമില്ല, ഫുൾ ബീഫാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നത്. പിന്നെ ഒരു വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റൈസ് നമുക്ക് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് ബിരിയാണിയുടെ ഒരു സ്മെല്ലാണ് ആദ്യം കിട്ടിയത്. എനിക്ക് തോന്നുന്നു ബിരിയാണി ഉണ്ടാക്കിയ റൈസിൽ നിന്നാണ് ഇത് ഗീ റൈസ് അവർ മാറ്റിയെടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് ഇനി അടുത്തതിൻ്റെ ടേസ്റ്റ് നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റിലോട്ട് പോവാം. ആദ്യം നോക്കട്ടെ, ഇപ്പോഴെങ്ങാനും കഴിയോ? കുറെ നേരം കൊണ്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യണം. നീ അവിടെ വെയിറ്റ് ചെയ്തിരുന്നാൽ മതി. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഈ ബീഫ് മസാലയിൽ നമ്മൾ ഗീ റൈസ് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് ബീഫ് ബിരിയാണിയുടെ ടേസ്റ്റാണ് കിട്ടുന്നത്. റിയലി നമുക്ക് ആ ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ഇന്ന് നമുക്ക് ഗീ റൈസ് മാത്രം ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഗീ റൈസിന് നമുക്ക് ഗീ റൈസിന് നമുക്ക് ബിരിയാണിയുടെ റൈസിൻ്റെ ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അതായത് മീറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള നമുക്ക് ബിരിയാണി റൈസ് കിട്ടുമല്ലോ കടയിൽ നിന്ന്, ആ ഒരു ടേസ്റ്റാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ സംഭവം അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ബീഫ് ഒന്ന് കഴിച്ചു നോക്കട്ടെ. കഴിച്ചു നോക്കി പാത്രത്തിൽ തീരാറായില്ല. എന്നും കഴിച്ചു നോക്കി നീതുവാണ് തീർക്കുന്നത്. അപ്പൊ ഇന്ന് ഞാനൊന്ന് കഴിച്ചു നോക്കി തീർക്കട്ടെ എന്ന് വിചാരിച്ചു. ബീഫ് നല്ല കുക്കായിട്ടുണ്ട്. മാത്രമല്ല ബീഫിന് കുറച്ച് എരിവ് കൂടുതലാണ്. എരിവ് അധികം ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ചിലപ്പം ഈ ബീഫ് മസാല ഇഷ്ടപ്പെട്ടെന്നിരിക്കില്ല, കാരണം കുറച്ച് എരിവുണ്ട്. അതല്ല, കൂടുതലും എരിവ് ഇഷ്ടമുള്ളവരായിരിക്കും. അപ്പം ഉറപ്പായിട്ട് നമുക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ് ബീഫ് മസാലയും ഗീ റൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പിറകെ ഇരുന്ന് നീതും കൊതി വിടുന്നുണ്ട്, അത് വേറെ കാര്യം. ഇനി സലാഡിന്റെ കൂടെ നോക്കണല്ലോ. ആകപ്പാട് കുറച്ച് സലാഡേ ഉള്ളു, അതിപ്പം നീ ടേസ്റ്റ് ആകുമ്പോൾ തന്നെ എന്റെ പണി തീരും. സലാഡ് നോർമൽ സലാഡിന്റെ ടേസ്റ്റ് തന്നെയാണ്, പ്രത്യേകിച്ചൊന്നും പറയില്ല. പക്ഷെ ഈ ഒരു കോംബോ നല്ല അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. പറ്റുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ടതാണ്. നമ്മുടെ പെറോട്ട ഹട്ടിൽ നിന്നുള്ള ബീഫ് മസാലയും ഗീ റൈസും ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ട മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. നമ്മൾ പറയുന്ന ഈ റിവ്യൂ ചെയ്യുന്ന കോംബോ, അഫോർഡബിൾ ആയിട്ടുള്ള കോംബോ ഫുഡൊക്കെ ആരെങ്കിലും ഒക്കെ ഇത് കണ്ടിട്ട് വാങ്ങി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായവും, അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടോന്നോ, കഴിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞ ടേസ്റ്റ് ആണോ നിങ്ങൾക്ക് തോന്നിയത്, അല്ലെങ്കിൽ ടേസ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസമോ ക്വാണ്ടിറ്റി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ താഴെ കമന്റ് ബോക്സിൽ വാങ്ങി കഴിക്കുന്നവർ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്തിടണം. തീർച്ചയായിട്ടും അത് കമന്റ് ചെയ്യണം കേട്ടോ, എന്നാലേ നമുക്കത് കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലേറ്റ് നിറച്ച് നമുക്ക് റൈസ് കിട്ടുന്നുണ്ട്, ഗീ റൈസ്. അത്യാവശ്യം ഒരാൾക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ള റൈസ് ഇതിൻ്റെ അകത്തുണ്ട്. അതേപോലെ ആ റൈസിന് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയിലുള്ള ബീഫും നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. ബീഫ് എന്ന് പറഞ്ഞാൽ എല്ലൊന്നുമില്ല, ഫുൾ ബീഫ് പീസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എപ്പോഴും അങ്ങനെ ആയിരിക്കുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫുൾ ബീഫിന്റെ പീസ് മാത്രമാണ്. അത് നല്ല വെൽ കുക്ക്ഡ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫിന്റെ പീസാണ്. ഞാൻ കാണിച്ചത് നല്ലത് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫിന്റെ പീസാണ് നമുക്ക് ഇതിലൂടെ കിട്ടിയിരിക്കുന്നത്. അതുപോലെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്, ഒരു രക്ഷയില്ല. ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും. പറ്റുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 149 രൂപയാണ് ഇതിന്റെ വില.
വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, വേറൊന്നുമല്ല ഇതിന്റെ റേറ്റിംഗ്, അതായത് എത്ര സ്റ്റാർ കൊടുക്കണമെന്നുള്ളത്. ഒരു 4 സ്റ്റാർ കൊടുക്കാം. കാരണം നല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. ഈ ഫുഡ് ബീഫ് ആയാലും റൈസ് ആയാലും നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ നല്ല ക്വാളിറ്റിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ബീഫിനായാലും റൈസിനായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ബീഫ് മസാലയുടെ എരിവ് അത് ഇച്ചിരി കൂടുതലാണ്. എരിവ് അധികം ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ചിലപ്പോൾ ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റേറ്റ് 149 രൂപയാണ് ഈ ഒരു കോംബോയുടെ റേറ്റ്. 150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ബിരിയാണി കിട്ടും, അത് വേറെ കാര്യം. പക്ഷെ ബീഫ് മസാലയും നെയ്ച്ചോറും അല്ലെങ്കിൽ ബീഫും നെയ്ച്ചോറും ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. കാരണം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഫുഡ്. പിന്നെ അതുമല്ല, ഡയറക്റ്റ് പോയി വാങ്ങിക്കാതെ ഓൺലൈൻ ആപ്പുകൾ, അതായത് സ്വിഗ്ഗി, സൊമാറ്റോ, സിബോയി തുടങ്ങിയ ആപ്പുകൾ വഴി നമ്മളിത് ഈ ഫുഡ് വാങ്ങിക്കുകയാണെങ്കിൽ അവരുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് ഇതിനേക്കാളും കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഈ ഫുഡ് വാങ്ങിക്കാം. അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം കൂടുതൽ ഞാൻ പറയുന്നില്ല. പറ്റുന്നവരാണെങ്കിൽ നിങ്ങളത് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.